2031-32 ഇന്ത്യ 500 ജിഗാവാട്ട് പവർ നോൺ ഫോസിൽ ഫ്യൂവൽ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 5 കോടി വീടുകൾക്ക് സുഖമായിട്ട് ഇത്രയും ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാം. ഇപ്പോൾ നോൺ ഫോസിൽ ഫ്യൂവൽസ് അതുപോലെ റിന്യൂവബിൾസ് തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പോൾ റിന്യൂവബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എനർജി സോഴ്സ് നാച്ചുറലി തന്നെ നമുക്ക് നികത്താൻ കഴിയും. എന്നാൽ നോൺ ഫോസിൽ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആനിമൽ അല്ലെങ്കിൽ പ്ലാന്റ് സോഴ്സ് എന്ന് വരുന്നതല്ല. ലൈക്ക് ഇപ്പോൾ ന്യൂക്ലിയർ പവർ എന്ന് പറഞ്ഞാൽ ഒരു നോൺ ഫോസിൽ ഫ്യൂവലാണ്, പക്ഷേ അതൊരു റിന്യൂവബിൾ എനർജി ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പോൾ ഗവൺമെൻറ് ഓൾറെഡി 500 ജിഗാവാട്ട് ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നമുക്ക് പലതരത്തിലുള്ള റിന്യൂവബിൾ എനർജി സോഴ്സ് ഉണ്ടെന്നുള്ളൊരു കാര്യം. പക്ഷേ കൂടുതൽ എനർജി എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വിൻഡിൽ നിന്നാണ് കൂടുതൽ വരുന്നത്, അതിനുശേഷം ഹൈഡ്രോ, അത് കഴിഞ്ഞ് സോളാർ. ഇപ്പം ഗ്രീൻ എനർജി സ്റ്റോറിൽ 2 ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സാണുള്ളത്, പവർ പ്രൊഡ്യൂസേഴ്സ് അതുപോലെ തന്നെ പ്രോക്സി ബിസിനസ്സസ്. അപ്പോൾ ഇതുവരെയുള്ള സ്റ്റോറിയിൽ നിന്ന് ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് പവർ പ്രൊഡ്യൂസേഴ്സിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയും അംബീഷ്യസ് ടാർഗറ്റ് ഉള്ളത്. ഇപ്പോൾ SJVN ഈ വർഷം 5.8 ജിഗാവാട്ടിൽ നിന്ന് 2030 ഫൈനാൻഷ്യൽ ഇയർ ആകുമ്പോഴേക്കും 25 ജിഗാവാട്ടായിട്ട് മാറാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അഡീഷണൽ കൂടുതലും റിന്യൂവബിൾ എനർജി ആയിരിക്കും. 2032 ആകുമ്പോഴേക്കും NTPC 60 ജിഗാവാട്ട് റിന്യൂവബിൾ കപ്പാസിറ്റിയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ 2030 ആകുമ്പോഴേക്കും ടാറ്റ പവർ കപ്പാസിറ്റിയുടെ 70% റിന്യൂവബിൾ ആയിരിക്കും. 2045 തെർമൽ പവർ പൂർണ്ണമായിട്ട് നിർത്തലാക്കാൻ ലക്ഷ്യങ്ങൾ അവർ സജ്ജമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രോക്സി പ്ലേയേഴ്സിൻ്റെ ടേൺ ആണ്. അപ്പോൾ നമ്മുടെ ഗ്രീൻ എനർജി സ്റ്റോറിൽ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സാണ് ഇവർ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ റിന്യൂവബിൾ എനർജി തീമിലെ 3 കമ്പനികളായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ 3 കമ്പനികൾ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്: ലാസ്റ്റ് 10 ഇയേഴ്സിൽ 10% സെയിൽസ് CAGR, ലാസ്റ്റ് 5 ഇയേഴ്സിൽ 15% സെയിൽസ് CAGR, ലാസ്റ്റ് 10 ഇയേഴ്സിൽ 15% പ്രോഫിറ്റ് CAGR, P ratio less than 35, ROE greater than 10%, ROCE greater than 10%. So let's begin today's video. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി വോൾട്ടാം ട്രാൻസ്ഫോമേഴ്സ് ആണ്. ഇപ്പോൾ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ പ്രൊഡക്ഷന് ശേഷം പവർ ട്രാൻസ്ഫോമേഴ്സിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പോൾ പവർ ജനറേഷൻ ഒരുപാട് കൂടിയിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രാൻസ്മിഷൻ അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ഗ്രേഡ് ചെയ്യണം. ലോജിക്കലി പറയുവാണെങ്കിൽ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഡിമാൻഡ് കൂടുന്നത് നിങ്ങൾക്ക് കാണും. ഇപ്പോൾ ബറോഡ ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു കമ്പനി നല്ലൊരു സ്പോട്ടിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ 28 സ്റ്റേറ്റ്സിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ തന്നെ 10-ലധികം രാജ്യങ്ങളിലും. അപ്പോൾ നമുക്ക് കുറച്ച് നമ്പേഴ്സ് നോക്കാം. അപ്പോൾ കമ്പനിയുടെ കറണ്ട് കപ്പാസിറ്റി വരുന്നത് 13,000 മെഗാവോൾട്ട് ആംസ് ആണ്. അപ്പോൾ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഫാക്ടർ 90 മുതൽ 95% അപ്പോൾ ഇതിൻ്റെ അർത്ഥം ടോട്ടൽ കപ്പാസിറ്റിയുടെ 90 മുതൽ 95% കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഫാക്ടറാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം 3000-ലധികമാണ്. അതുപോലെ തന്നെ ഈ ഒരു കസ്റ്റമേഴ്സ് എല്ലാം 30-ലധികം സെഗ്മെൻറ്റ്സ് അതുപോലെ ഇൻഡസ്ട്രീസിലാണ് വരുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾഡ് ബേസ് 70,000-ലധികം ട്രാൻസ്ഫോമേഴ്സ് ആണ്. ഇപ്പോൾ വോൾട്ടാമാണ് ലാർജസ്റ്റ് ഇൻസ്റ്റാൾഡ് ബേസ് ഉള്ളത്, 70,000 ട്രാൻസ്ഫോമേഴ്സിലധികം. ഇപ്പോൾ 30-ലധികം ഇൻഡസ്ട്രീസ് അതുപോലെ സെഗ്മെൻറ്റ്സിൽ കസ്റ്റമേഴ്സിന് പ്രസൻസ് ഉണ്ട്. യൂട്ടിലിറ്റി, ട്രാൻസ്ഫോർമേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, പവർ, ഓയിൽ ആൻഡ് ഗ്യാസ്, റെയിൽവേ, അങ്ങനെ ലിസ്റ്റ് ഒരുപാടുണ്ട്. ഇനി നമുക്ക് ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ അടുത്ത 15 മുതൽ 18 മാസത്തിൽ 40,000 മെഗാവോൾട്ട് ആംസിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് കമ്പനി പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനുള്ള പണം കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഗ്രീൻ എനർജി പ്രൊജക്റ്റിനായിട്ട് ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഡിമാൻഡ് കണക്കാക്കിയിട്ടാണ് ഈ ഒരു എക്സ്പാൻഷൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ സൈക്കിൾ 2005 മുതൽ 2010 വോൾട്ടാം 28% ROCE നൽകിയിട്ടുണ്ട്. Q3 ഫൈനാൻഷ്യൽ 2024 62% ROCE. അപ്പോൾ ഈ തവണ റേസ് ചെയ്തേക്കുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സൂപ്പർ സൈക്കിളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതിന് കാരണം പാർട്ടിസിപ്പേഷൻ ഒരുപാട് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ സൂപ്പർ സൈക്കിളിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ 30-ലധികം ഇൻഡസ്ട്രീസിൽ നിന്ന് 400-ലധികം കോർപ്പറേറ്റ്സ്, 600-ലധികം അൺലിസ്റ്റഡ് എൻറ്റിറ്റീസ് ഇതിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ വോൾട്ടാം ട്രാൻസ്ഫോമേഴ്സിന് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, കഴിഞ്ഞ 4 മുതൽ 5 വർഷത്തിൽ റിഫൈനറീസിൽ നിന്ന് മാത്രമല്ല ഓർഡർ വരുന്നത്, സ്റ്റീൽ അതുപോലെ സിമെൻറ്റ് സെക്ടറിൽ നിന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് റേഷ്യോസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ കഴിഞ്ഞ 25 വർഷത്തിൽ വോൾട്ടാം ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ ഫോക്കസ് കമ്പനിയിൽ നിന്ന് ഇൻഡസ്ട്രിയലായിട്ടുണ്ട്. അപ്പോൾ 8 മാസത്തിലധികം എക്സിക്യൂഷൻ സൈക്കിൾ നീണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനി ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ടേബിൾ നോക്കിയാൽ കാണാം, ഇൻവെസ്റ്റർ സ്റ്റോക്കിംഗ് അതുപോലെ പേയ്മെൻറ്റിലെ ഡിലേ കാരണം ക്യാഷ് കൺവേർഷൻ സൈക്കിൾ 2021 206 ദിവസത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് മോഡറേറ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സോ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ അധികം നീണ്ടു പോകുന്നില്ല. അപ്പോൾ വോൾട്ടാംസ് ഫിക്സഡ് കോൺട്രാക്ട് പ്രൈസ് അതുപോലെ തന്നെ ലോങ് സൈക്കിൾ ഓർഡേഴ്സ് അവോയ്ഡ് ചെയ്യുവാണ്. ഇനി വോൾട്ടാംസിൻ്റെ മെയിൻ സ്ട്രെങ്ത് നമുക്ക് നോക്കാം. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി അതുപോലെ തന്നെ റവന്യൂവിൽ ഒരു കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത് ആണ് ഉള്ളത്. ഇപ്പോൾ 5 ഇയേഴ്സ് സെയിൽസ് അതുപോലെ തന്നെ പ്രോഫിറ്റ് CAGR 17 അതുപോലെ തന്നെ 23%
അപ്പോൾ കമ്പനിക്ക് സ്ട്രോങ് പ്രൈസിംഗ് പവറാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിൽ പുതിയ പ്ലേയേഴ്സ് ഒന്നും ഈ ഒരു സ്പേസിലേക്ക് വന്നിട്ടില്ല. കുറച്ചൊക്കെ ബാങ്ക്രപ്റ്റായി. പിന്നെ കമ്പനിക്ക് ഡെറ്റ് ഫ്രീ ബാലൻസ് ഷീറ്റ് ആണ്, ലോ വർക്കിംഗ് ക്യാപിറ്റൽ, അതുപോലെ ഹൈ മാർജിൻ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിലുള്ള സൈൻ ക്ലിയർ ആണ്. ഇപ്പോൾ 2021 ഫൈനാൻഷ്യൽ ഇയർ വെച്ച് നോക്കുമ്പോൾ റവന്യൂ ഇരട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെയിം പീരീഡിൽ പ്രോഫിറ്റ് 2.6 ടൈംസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്പേഴ്സ്. 2017 മുതൽ 2022 ഇടയ്ക്ക് നിങ്ങൾക്ക് മാർജിൻസ് കാണാം 11 മുതൽ 17% എന്ന റേഞ്ചിലാണ്. പക്ഷേ ഇപ്പം അത് കൂടിയേക്കുന്നത് കാണാം. Q3 ഫൈനാൻഷ്യൽ 2024 മാർജിൻ 26% അപ്പം അതാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഈവൻ ട്രെയിലിംഗ് ബേസിൽ 20% നല്ലൊരു നമ്പറാണ്. അപ്പോൾ മാർജിൻ എക്സ്പാൻഷനുള്ള കാരണം വോളിയം എക്സ്പാൻഷനും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് വിൽക്കുന്നതിൻ്റെ വില കൂടിയതുമാണ്. അപ്പോൾ ഇവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ കണക്കാക്കേണ്ട വലിയൊരു റിസ്ക് ആണ് ഈ ഇടയ്ക്ക് പ്രൊമോട്ടേഴ്സിന് സ്റ്റേക്ക് വിറ്റത്. അപ്പോൾ ഇത്രയും നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രൊജക്ഷൻസ് ഉണ്ടായിട്ട് ഇത് സംഭവിച്ചത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു സെക്ടറിൽ ഒരുപാട് പ്രൈസിങ് പ്രഷറുണ്ട്. അപ്പോൾ നിങ്ങളിത് കണ്ടു നോക്കാം. However, there is competitive intensity here. Pricing is competitive by MNCs. There are new entrants coming in from China as well, and this leads to pricing pressure in the transformer sector. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസും കമ്പനിയുടെ മാർജിനെ ബാധിക്കാൻ വേണ്ടി കാരണമായിട്ടുണ്ട്. കാരണം മേജർ റോ മെറ്റീരിയൽ ലൈക്ക് ഇപ്പോൾ കോപ്പർ, ട്രാൻസ്ഫോമർ ഓയിൽ, സ്പെഷ്യൽ ലാമിനേറ്റഡ് സ്റ്റീലൊക്കെ ഇമ്പോർട്ടഡ് ആണ്. ഇനി നമ്മുടെ സെക്കൻഡ് കമ്പനി സാൾസർ ഇലക്ട്രോണിക്സ്. അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടോ സാൾസർ ഇലക്ട്രോണിക്സ് സ്വിച്ചൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നതാണെന്നുള്ളത് അല്ലേ? അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് ശരിയാണ്. പവറിൻ്റെ ഡിമാൻഡ് കൂടിയിട്ടുണ്ടെങ്കിൽ നാച്ചുറലി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൻസിലറി ഇൻഡസ്ട്രിയിൽ നമുക്കൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. സോ സാൾസർ ഇലക്ട്രോണിക്സ് ഇന്ന് നമ്മുടെ ലിസ്റ്റിലുണ്ട്. അപ്പോൾ ഇത് സൗത്ത് ബേസ് കോയമ്പത്തൂർ കമ്പനിയാണ്. അപ്പോൾ കമ്പനിക്ക് 6 മാനുഫാക്ചറിംഗ് പ്ലാന്റ്സ് ഉണ്ട്, എല്ലാം തമിഴ്നാട്ടിലാണ്. അപ്പോൾ നമുക്ക് കമ്പനിയുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ 4 പാർട്സായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇൻഡസ്ട്രിയൽ സ്വിച്ച് ഗിയർ, ബിൽഡിംഗ് ഇലക്ട്രിക്കൽ, കോപ്പർ ആൻഡ് മാനേജ്മെൻറ്റ് പ്രൊഡക്ട്സ്. സോ ഡൊമസ്റ്റിക് അതുപോലെ ഇൻഡസ്ട്രിയൽ യൂസിന് രണ്ടിനെയും കാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ Q3 ഫൈനാൻഷ്യൽ 2024 റവന്യൂ ബ്രേക്കപ്പ് നോക്കിയാൽ മാക്സിമം കോൺട്രിബ്യൂഷൻ ഇൻഡസ്ട്രിയൽ സ്വിച്ച് ഗിയേഴ്സ് എന്നാണ് 54.8%. അതിനുശേഷം വയർ ആൻഡ് കേബിൾസ് 39%, ബിൽഡിംഗ് സെഗ്മെൻറ്റ്സ് 6.2%. സാൾസർ സർക്യൂട്ട് ട്രാൻസ്മിറ്റേഴ്സ്, ടെർമിനൽ സോക്കറ്റ്സ്, കോയിൽസ് അതുപോലെ പാനൽസ് OEMസിനായിട്ട് കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ക്ലീൻ എനർജിയിലേക്കുള്ള ഗ്ലോബൽ ഷിഫ്റ്റ് റിന്യൂവബിൾ എനർജി പ്രോജക്ട്സിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രീസിൽ ഇപ്പോൾ ഓട്ടോമേഷൻ അതുപോലെ സ്മാർട്ട് ടെക്നോളജീസ്, എല്ലാ ഇലക്ട്രിക്കൽ പ്രൊഡക്ട്സ്, സ്പെഷ്യലൈസ്ഡ് ഇലക്ട്രിക്കൽ കമ്പോണൻസ് അതുപോലെ ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്മിഷൻ കണക്ടിവിറ്റി സപ്പോർട്ട് ചെയ്യുന്ന വയേഴ്സ് ആൻഡ് കേബിൾസിന് ഡിമാൻഡ് കൂട്ടാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട്. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ തീമിൻ്റെ ഒരു സ്ട്രോങ് പ്ലെയർ ആണ് സാൾസർ ഇലക്ട്രോണിക്സ്. അപ്പോൾ 80%-ലധികം കമ്പോണൻസ് ഇൻഹൗസ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ കമ്പനി ഇൻഫ്രാസ്ട്രക്ചർ, റെയിൽവേസ് അതുപോലെ ക്യാപിറ്റൽ ഗുഡ്സ് പോലത്തെ സെക്ടറിലേക്കും കാറ്റർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കമ്പനിനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ലാർജസ്റ്റ് മാനുഫാക്ചറാണ് സാൾസർ. അതുപോലെ തന്നെ ക്യാം ഓപ്പറേറ്റർ റോട്ടറി സ്വിച്ചസിലെ മാർക്കറ്റ് ലീഡറാണ്, 25% മാർക്കറ്റ് ഷെയർ. അപ്പോൾ ഇന്ത്യൻ റെയിൽവേക്ക് റോട്ടറി അതുപോലെ തന്നെ ലോഡ് ബ്രേക്ക് സ്വിച്ചസിൻ്റെ ലാർജസ്റ്റ് സപ്ലയർ ആണ്. അപ്പോൾ കമ്പനി സൂപ്പർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ്, 50-ലധികം രാജ്യത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. 40 ഇൻ്റർനാഷണൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് US, ആഫ്രിക്ക അതുപോലെ മിഡിൽ ഈസ്റ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്ലാൻ ഉണ്ട്. ഇപ്പോൾ ഡൊമസ്റ്റിക് മാർക്കറ്റ് 75% റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ബാക്കി എക്സ്പോർട്സ് ആണ്. അപ്പോൾ ഡൊമസ്റ്റിക് സെയിൽസിനായിട്ട് കമ്പനിക്ക് ലാർസൻ ആൻഡ് ടുബ്രോ ആയിട്ട് ലോങ് ടേം ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇതുവഴി 350-ലധികം ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്കിൽ ആക്സസ് നേടുന്നുണ്ട്. 4 സദേൺ അതുപോലെ തന്നെ വെസ്റ്റേൺ സ്റ്റേറ്റ്സിലായിട്ട് 50 സ്വിച്ച് സ്റ്റോക്ക് ലിസ്റ്റിലേക്ക് ഡയറക്റ്റ് നെറ്റ്വർക്ക്. അപ്പോൾ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിനായിട്ട് സാൾസർ പല MNC ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോൺട്രാക്ടേഴ്സ് അതുപോലെ ഓവർലോഡ് റിലേസ് മാനുഫാക്ചർ അതുപോലെ മാർക്കറ്റ് ചെയ്യാനായിട്ട് അമേരിക്കൻ കമ്പനി C3 കൺട്രോൾസ് ആയിട്ട് ടെക്നിക്കൽ ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ 3 ഫേസ് ട്രാൻസ്ഫോമേഴ്സിനായിട്ട് ട്രഫോ മോഡനായിട്ട് ടെക്നിക്കൽ ടൈപ്പ് ഉണ്ട്. EV മാർക്കറ്റിലേക്ക് കയറാനായിട്ട് കോസ്റ്റാർട്ട് സ്റ്റുറൻസ്ബോ ആയിട്ട് ജോയിൻറ്റ് വെഞ്ചർ ഉണ്ട്. PV ചാർജർ മാനുഫാക്ചറായിട്ട് ഓസ്ട്രേലിയൻ കമ്പനിയായിട്ട് ജോയിൻറ്റ് വെഞ്ചർ ഉണ്ട്. ബ്രാൻഡ് അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ലിവറേജ് ചെയ്യാനായിട്ട് 2019 സാൾസർ KC ഇൻഡസ്ട്രീസ് അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ BSE ലിസ്റ്റഡ് കമ്പനിയാണ്, ടോട്ടൽ 22 കോടിയാണ് അക്വയർ ചെയ്തത്. അപ്പോൾ അക്വിസിഷന് ശേഷം KC ഇൻഡസ്ട്രീസിൻ്റെ സെയിൽസ് ഇരട്ടിയായിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി 3 ഇരട്ടി ആയിട്ടുണ്ട് ചെറിയൊരു ബേസിൽ നിന്ന്. അപ്പോൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കുറച്ച് നോട്ട് ചെയ്യേണ്ട ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് കഴിഞ്ഞ ഒരു വർഷത്തിൽ 4.87% കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു സൈനാണ്. ഇപ്പോൾ Q2 ഫൈനാൻഷ്യൽ 2024 ഏസ് ഇൻവെസ്റ്റർ ഡോളി കണ്ണ സ്റ്റോക്കിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ കറൻ്റ്ലി 1% ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഫ്യൂച്ചർ ഔട്ട്ലുക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എക്സ്പോർട്ട് ഷെയർ കൂട്ടാനാണ് കമ്പനി നോക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് അവർ പുതിയ ജോഗ്രഫീസിലേക്ക് കയറാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ സെക്ടർ ഡൈവേഴ്സിഫിക്കേഷനും കാർഡിലുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് പ്രകാരം ഐഡിയൽ സിനാരിയോയിൽ അടുത്ത 3 മുതൽ 4 വർഷത്തിൽ കമ്പനി ടോപ്പ് ലൈൻ ഡബിൾ ആവും.
അപ്പോൾ സ്വിച്ച് ഗിയർ സെഗ്മെൻറ്റിൽ കമ്പനി ഇയർ ഓൺ ഇയർ 15 മുതൽ 20% ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നമുക്ക് റിസ്ക്കും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ പാസ്റ്റിൽ കമ്പനിയുടെ റിട്ടേൺ റേഷ്യോ വളരെ ഇംപ്രസീവാണ്. അപ്പോൾ നല്ല പെർഫോമൻസിന് ശേഷം കഴിഞ്ഞ 5 വർഷത്തിൽ ഡെറ്റ് ലെവൽ കൂടിയേക്കുന്നത് കാണാം. കാരണം വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് കൂടിയതുകൊണ്ടാണ്. അപ്പോൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ കമ്പനി ഡെറ്റ് ലെവൽ സെയിം ലെവലിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഇനി നമ്മൾ ഫൈനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് എപ്പോഴും കൺസിസ്റ്റൻറ്റ് നമ്പേഴ്സാണ്. അപ്പോൾ ഒരു വർഷത്തിൽ പോലും കമ്പനി നഷ്ടത്തിൽ വന്നിട്ടില്ല. അപ്പോൾ മാർജിനിൽ റിവേഴ്സലുണ്ട്. 2023 ഫൈനാൻഷ്യൽ ഇയർ വരെ കുറയുന്നുണ്ടായിരുന്നു. പ്രൊഡക്റ്റ് മിക്സിൽ മാറ്റം, റോ മെറ്റീരിയൽ പ്രൈസ് കുറയുന്നതുകൊണ്ടൊക്കെ ആയിരുന്നു. അപ്പോൾ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വാല്യുവേഷനൊക്കെ റീസണബിൾ ലെവലിലാണ്. ഇനി നമുക്ക് ഇന്നത്തെ മൂന്നാമത്തെ കമ്പനി വരുന്നത് പവർ മെക് പ്രോജക്ട്സ് ആണ്. ഇപ്പോൾ ഒരുപാട് പവർ പ്ലാന്റ്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവരുടെ സർവീസുകൾ ലൈക്ക് ഇപ്പോൾ കൺസ്ട്രക്ഷൻ, ഓപ്പറേഷൻ, അതുപോലെ മെയിൻ്റെനൻസ് ഒക്കെ ഉയരും. അപ്പോൾ ഇന്ത്യയിലെ പവർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലെ ലാർജസ്റ്റ് മെയിൻ്റെനൻസ് ആൻഡ് സർവീസ് പ്രൊവൈഡറാണ് പവർ മെക് പ്രോജക്ട്സ്. അപ്പോൾ നമുക്ക് കമ്പനിയുടെ ബിസിനസ് വേർട്ടിക്കൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കമ്പനി ഇൻഡസ്ട്രിയൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്. പവർ, പെട്രോ കെമിക്കൽസ്, ഓയിൽ ആൻഡ് ഗ്യാസ്, സ്റ്റീൽ പോലത്തെ സെക്ടറിൽ നിന്ന് ഇറക്ഷൻ, ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ് പ്രോജക്ട്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ബോയിലർ, ടർബൈൻ, അതുപോലെ തന്നെ ജനറേറ്റർ, ഇതിന് നമ്മൾ BTC കൺസ്ട്രക്ഷൻ എന്ന് പറയും, അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനർജി ട്രാൻസ്മിഷനായിട്ട് കമ്പനി ക്രോസ് കൺട്രി പൈപ്പ് ലൈൻസ് ഉണ്ടാക്കുന്നുണ്ട്. റെയിൽവേ, റോഡ്, അതുപോലെ വാട്ടറിനായിട്ട് EPC പ്രോജക്റ്റ് കമ്പനി എടുക്കുന്നുണ്ട്. കമ്പനിക്ക് മൈനിങ് ഇൻഫ്രാസ്ട്രക്ചറിൽ പ്രസൻസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റീൽ മാനുഫാക്ചറിങ് കമ്പനി അയൺ ഓർ പ്രൊഡക്ഷനിലേക്ക് കയറുമ്പം നമ്മൾ അതിനെ ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം റോ മെറ്റീരിയൽ പ്രൈസിന് വോളറ്റിലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഹൗസ് പ്രൊഡക്ഷൻ നിങ്ങൾ തുടങ്ങിയെന്നാണ്. അപ്പോൾ ഇതുപോലെ പവർ മെക് പ്രോജക്ട്സ് ഹെവി ഫാബ്രിക്കേഷൻ വർക്ക്സും മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പവർ അതുപോലെ നോൺ പവർ സെക്ടറിലേക്ക് വലിയ മോൾഡുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ലാസ്റ്റ്ലി ഇൻഡസ്ട്രിയൽ സർവീസസ്. അപ്പോൾ കമ്പനിയുടെ IPO 2016 ഫൈനാൻഷ്യൽ ഇയറിലാണ് വരുന്നത്. അപ്പോൾ അവരുടെ ഓർഡർ ബുക്ക് വരുന്നത് 3500 കോടി രൂപയാണ്. അതിപ്പം ഏകദേശം 57,300 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2023 ഫൈനാൻഷ്യൽ ഇയർ റവന്യൂവിൻ്റെ 16 ഇരട്ടിയാണ്. അപ്പോൾ ഓർഡർ ബുക്ക് റവന്യൂയിലേക്കും പിന്നെ പ്രോഫിറ്റിലേക്ക് മാറ്റാനായിട്ട് ഇവിടെ എന്തായാലും എക്സിക്യൂഷൻ റിസ്ക് ഉണ്ട്. പക്ഷേ പാസ്റ്റ് റെക്കോർഡ്സ് നമ്മൾ നോക്കുമ്പോൾ ഇത് നമുക്ക് ചെയ്യാവുന്നതായിട്ടേ ഉള്ളൂ. അപ്പോൾ 2025 ഫൈനാൻഷ്യൽ ഇയറിൽ ഏകദേശം 12,000 മുതൽ 15,000 കോടി ഓർഡർ ഇൻഫ്ലോ ആണ് മാനേജ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയുടെ മേജർ മാർക്കറ്റ്സ് വരുന്നത് നോർത്തേൺ ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആണ്. ഇപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് യൂട്ടിലിറ്റി കമ്പനീസിൽ കമ്പനിയുടെ മാർക്യൂ ക്ലയൻറ്റ് ബേസ് അതുപോലെ ലോങ് ടേം റിലേഷൻസ് ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ആശ്വാസം നൽകുന്നതാണ്. അപ്പോൾ ഈവൻ ഒരു സൈക്ലിക്കൽ അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡ്രിവൺ സെക്ടർ ആയിട്ട് പോലും പവർ മെക് പ്രോജക്ട്സ് അവരുടെ ഫൈനാൻഷ്യൽ കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. 2021 ഫൈനാൻഷ്യൽ ഇയറിൽ പാൻഡമിക്കിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായിട്ട് പോലും മാർജിൻ 11 മുതൽ 13% എന്ന ബാൻഡിൽ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് പ്രകാരം ഹൈ മാർജിൻ MDO റവന്യൂ ഷെയർ ക്ലിക്കായ മുന്നോട്ടേക്ക് പോകുമ്പോൾ മാർജിൻ പ്രൊഫൈൽ ബെറ്റർ ആവും. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, കമ്മീഷൻ്റെ അല്ലെങ്കിൽ കംപ്ലീറ്റഡ് പ്രൊജക്ട്സിൻ്റെ എണ്ണം കൂടുമ്പോൾ പ്രോഫിറ്റബിലിറ്റി അതുപോലെ EBITDA നമ്പേഴ്സ് കൂടുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോട്ട് ചെയ്യുക, പ്രൊജക്ട്സ് കമ്മീഷൻഡ് ആയിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റബിലിറ്റി കൂടും. കാരണം ഈ ഒരു പ്രൊജക്റ്റുകളുടെ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് സർവീസുകളൊക്കെ പവർ മെക്ക് തന്നെയാണ് നൽകുന്നത്. അപ്പോൾ ഡെറ്റ് ടു ഇക്വിറ്റി 0.34 ആണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് കമ്പനികളെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത് വളരെ മാർജിനിലാണ്. ROE 17.9%, അതുപോലെ ROCE 22%. രണ്ടും നല്ലത് തന്നെയാണ്. 2023 ഒക്ടോബറിൽ കമ്പനിയുടെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെൻറ്റ് വഴി 350 കോടി റേസ് ചെയ്തു. പെർ ഷെയറിന് 4,085 രൂപ എന്ന റേറ്റിൽ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാൻ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്. അപ്പോൾ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെൻറ്റിന് ശേഷം പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ ഷെയർ ഹോൾഡിംഗ് 60.4%-ലേക്ക് കുറഞ്ഞു. പക്ഷേ DIS കൂടിയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ എൻഡ് ചെയ്യുകയാണ്. സോ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഏതെങ്കിലും എനർജി സ്റ്റോക്സുകൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് താഴെ കമൻസിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി നമ്മളിവിടെ എടുത്തു പറയുവാണ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.